ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും പറയുന്നു എമ്പുരാൻ സിനിമയിൽ മമ്മൂട്ടി എന്ന ഒരു അതികായൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുവെന്ന്. അതായത് മോഹൻലാലിനെ നമ്മൾ നരസിംഹം സിനിമയിൽ കണ്ടതുപോലെ മോഹൻലാലിനെ ഒരു അത്യപൂർവ ഘട്ടത്തിൽ നമ്മുടെ ജയിലർ സിനിമയിൽ സഹായിക്കാൻ ഒരു ക്യാരക്ടർ വരുന്നത് പോലെ മമ്മൂട്ടിയുടെ പ്രസൻസോ മമ്മൂട്ടിയുടെ വോയിസോ എന്തോ ഒന്ന് അതിൽ വരുന്നുണ്ട് എന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കാണാൻ സാധിച്ചത് നമുക്ക് എമ്പുരാനിൽ അതിൻ്റെ ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇവൻറ്റിൽ മമ്മൂട്ടിയെ ക്ഷണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മമ്മൂട്ടി എല്ലാവരും ശ്രദ്ധിച്ച് കാണും, വൈറ്റ് ഡ്രസ്സിട്ടാണ് വന്നത്. ബാക്കി എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിട്ട് വന്നപ്പോൾ മമ്മൂട്ടി അതിനകത്ത് വൈറ്റ് ഡ്രസ്സിട്ട് വന്നു. അതിനകത്ത് എന്തോ ഒരു കോഡുണ്ട് എന്നുള്ള കാര്യവും അതിലൂടെ ആൾക്കാർ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25ാമത്തെ വാർഷികം ആശീർവാദിൻ്റെ അങ്ങനെയാണ് ഈ സിനിമ അവർ കൊണ്ടുവരുന്നത്. നേരത്തെ ബറോസ് ആയിരുന്നു 25 വർഷം വാർഷികമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സിനിമ. പക്ഷേ അതിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമുക്കറിയാൻ സാധിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് 25ാമത്തെ വാർഷികത്തിന് വരുന്നതാണ് നമ്മുടെ ലൂസിഫർ എമ്പുരാൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന നരസിംഹമായിരുന്നു. അതിനകത്ത് മമ്മൂട്ടി മോഹൻലാലിനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ എടുത്ത് വന്നിരുന്നു. അതൊരു ക്യാമിയോ റോളായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ആ സിനിമയുടെ വിജയത്തിന് ആ ഒരു റോള് എത്രത്തോളം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എമ്പുരാനിലും എന്തെങ്കിലും ഒരു റോളിൽ മമ്മൂട്ടി എത്തുകയാണെങ്കിൽ അതൊരു സാധാരണ റോളിലായിരിക്കണമെന്നില്ല. സാധാരണ റോളിൽ മമ്മൂട്ടി അഭിനയിക്കുമെന്നും തോന്നുന്നുമില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ളൊരു റോളും അത് തേർഡ് പാർട്ടിലോട്ടുള്ള ലീഡുമാണെങ്കിൽ, തേർഡ് പാർട്ടിയിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു കളി അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ എന്തിനെങ്കിലും എതിർക്കുന്ന ഒരു കളിയാണെങ്കിൽ അങ്ങനെ തിയേറ്റർ ഒരു പൂരപ്പറമ്പാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ലീഡ് റോൾ ചെയ്യുന്ന സിനിമയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടിക്ക് കിട്ടാൻ പറ്റുന്നത് റോളെന്ന് പറഞ്ഞാൽ ഒരു റോളക്സിനൊക്കെ കൊടുത്ത പോലത്തെ ഒരു റോളായിരിക്കും പൃഥ്വിരാജ് ചിലപ്പോൾ മമ്മൂട്ടിയെ കരുതി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കില്ല. ഇതിനകത്ത് ഇതിനകത്തുണ്ട്, വിക്രം സിനിമയ്ക്കകത്തുണ്ട് എന്ന് പോലും നമ്മൾ അറിഞ്ഞത് സിനിമ റിലീസിനോടടുപ്പിച്ചാണ്. അല്ലാതെ ഷൂട്ട് ചെയ്ത സമയത്തൊന്നും സൂര്യ അതിലുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പൃഥ്വിരാജ് എന്തൊക്കെയോ പണി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മുഖത്തുനിന്ന് തന്നെ ഒളിവാകുന്ന കാര്യമാണ്. ഇതിനകത്ത് ഡോൺലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എത്രത്തോളം ശരിയാണെന്നറിയില്ല. അപ്പം ഡോൺലി ഉണ്ടെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള ഒരു ഇതാവും. അതുമാത്രമല്ല, മമ്മൂട്ടി അതിനകത്തുണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലാവും. മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന സിനിമ എമ്പുരാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നരസിംഹം ഇറങ്ങിയ സമയത്തും ഏറ്റവും ടോപ്പ് കളക്ഷൻ, നരസിംഹം ഇറങ്ങുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ എനിക്ക് തോന്നുന്നത് 20 കോടി എന്തോണെന്ന് തോന്നുന്നു നരസിംഹം എന്ന് പറയുന്ന മൂവി കളക്ട് ചെയ്തത്. അപ്പം ആ കാലത്ത് 20 കോടി, അതായത് 10-25 വർഷമായി തോന്നുന്നു. എൻ്റെ ഒരു ആവും 10-25 വർഷം ആവുമെന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും 10-20 വർഷത്തിന് മുകളിലുള്ള ആ സിനിമ 20 കോടി രൂപ അന്നത്തെ കാലഘട്ടത്തിൽ കളക്ട്. ഇന്ന് തന്നെ ഒരു സിനിമ 20 കോടി രൂപ നേടിയ ഹിറ്റാണ്. അപ്പോൾ അന്ന് 20 കോടി രൂപ നേടി ഇൻഡസ്ട്രി ഹിറ്റിട്ട സിനിമ. അപ്പോൾ അതുപോലെയുള്ളൊരു റോള് മമ്മൂട്ടിക്ക് എമ്പുരാനിൽ 25 വർഷം തികയുന്ന ആശീർവാദിൽ 25ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിറങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് അതുപോലുള്ളൊരു ക്യാമിയോ റോൾ, അതുപോലുള്ളൊരു മാസ് കാണിക്കാനുള്ള റോള് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മമ്മൂട്ടി എമ്പുരാനിലുണ്ടോ, അതോ ഇതൊക്കെ വേറെ റൂമറുകളാണോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിലൊരു വോയിസ് സെക്കൻഡിൽ ഒരു വോയിസ് ഓവറോട് കൂടി തേർഡ് പാർട്ടിൽ ഉണ്ടെന്നെങ്കിലും ഉള്ളൊരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിലോട്ടുള്ള വെയിറ്റിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിനകത്ത് മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് തമ്മിലുള്ളൊരു ഫൈറ്റ് അല്ല ഇത് നോക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. മോഹൻലാൽ ഫാൻസിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം. ഇനിയിപ്പം ഈ ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുന്നവന്മാരുടെ അടുത്തൊന്നും പറയാനില്ല. കാരണം അവരുടെ വീട്ടിൽ പഠിപ്പിച്ചു കൊടുത്തതേ അവരത് പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരടുത്തല്ല ഞാൻ പറയുന്നത്, മാന്യന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.